നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് ഞാനിന്ന് ഉണക്ക തേങ്ങ വാങ്ങിയിട്ടുണ്ട്. കൊപ്ര 1/2 കിലോ വാങ്ങിയത് 170 രൂപ കിലോ ആണ്. നമുക്ക് പച്ച തേങ്ങയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ദിവസം തേച്ചും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വെക്കണം. രണ്ടാമത്തെ ദിവസമായി നല്ല പച്ച തേങ്ങയായി മാറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പച്ച തേങ്ങയായി മാറി കണ്ടോ. 2.5 തേങ്ങയുണ്ട്. നമുക്ക് തൊലിയെത്തി എടുക്കണം. ഒരുപാട് കട്ടി അതിൻ്റെ പുറത്ത് തടിച്ച തോല ഉള്ളത് നമുക്ക് ചെത്തിയെടുക്കാം. ഇങ്ങനെ ചെത്തിയെടുക്കണം. അതെല്ലാം ചെത്തിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ചെറിയ പീസായി അരിയണം. ഇതുപോലെ ചെറിയ പീസാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം തേങ്ങക്കെല്ലാം വില കൂടിയതല്ലേ, പിന്നെ പച്ച തേങ്ങ വാങ്ങുമ്പോൾ പെട്ടെന്ന് കേടുവായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. ഇതെല്ലാം അരിഞ്ഞെടുത്ത് നമുക്ക് മിക്സിയിലെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് ഇതുപോലെ നല്ല പച്ച തേങ്ങ പോലെ തന്നെ ഇല്ലേ, ഇതുപോലെ എല്ലാം പൊടിച്ചെടുക്കാം. നമുക്ക് എല്ലാം പൊടിച്ചെടുത്ത് ഉണ്ടോ, നല്ല സൂപ്പറായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് നമുക്ക് പൊടിച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുറച്ച് ബ്രൗൺ കളറായി വരുന്നുണ്ട്. തേങ്ങ മൂത്ത് വരാനായിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വറുത്ത് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് കേടുകൂടാതെ ഇരിക്കുന്നതാണ് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ. പെട്ടെന്നെല്ലാം നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ വറുത്ത് വെച്ചാൽ വേഗം ആകുന്നതാണ്. അത് നല്ലപോലെ ആയിക്കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ചീൻചട്ടിയിൽ കടായിൽ ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിലും കൂടി കുറച്ചാകും. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞ് നല്ലപോലെ തണുക്കാൻ വെക്കണം. തണുക്കട്ടെ. നമ്മളെ തേങ്ങ തണുത്ത് കഴിഞ്ഞ് ഇത് നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം. ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. പച്ച തേങ്ങ വറുത്ത് വെച്ചതുപോലെ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.